നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അന്തിനുമായി ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ ഫലവും സങ്കേതമായിരിക്കുന്ന നിന്നോടുകൂടെ കർത്താവ് ഒരു കൂട്ടായ്മ നൽകിയിരിക്കുക. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തു ചെയ്യുന്ന അധികാരമുള്ളവനായി 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്കും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകുന്ന വാഗ്ദത്ത പ്രകാരം ഈ കൂട്ടി വരുത്തിയതിനകത്ത് കർത്താവ് ഇന്ന് നിന്നെ ഗ്രഹിച്ചറിയുവാൻ, അവിടെ പ്രാണനും ആത്മാവിനും നിന്നെ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കർത്തൃത്വം ശക്തമായി വ്യാപരിക്കട്ടെ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളുമേൽ, ദേശങ്ങളുമേൽ പ്രായശ്ചിത്തത്തിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് നമുക്ക് എഫെസ്യ ലേഖനത്തിൽ കൊളോസ്യ ലേഖനത്തിൽ ആസ്പദമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഭയായിട്ടെന്ന് പറയുമ്പോൾ നാം വ്യക്തിപരമായിട്ടാണെന്ന് വളരെ മനസ്സിലാക്കണം. നാം വ്യക്തിപരമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരം. ഇതുമായി അത് ഞാനും ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതെല്ലാം ഈ ഡിനോമിനേഷൻ സ്പിരിറ്റ്, മത താല്പര്യങ്ങൾ, ഇതെല്ലാം നുഴഞ്ഞു കയറി വന്ന് വ്യക്തികളിലുള്ള ആലയം എന്ന ചിന്താഗതി തന്നെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവ ഭയം മാറിപ്പോവുകയാണ്. ദൈവമായിട്ട് വസിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചുള്ള ഭയം മാറിപ്പോവുകയാണ്. ഇതിനൊക്കെയായിരുന്നു നമ്മൾ ഈ ടാബർനാക്കിളെ കുറിച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷെ ക്ലാസ് കേൾക്കുമ്പോഴോ അല്പസമയമൊക്കെ അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പമായിട്ട് ചിന്തയൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മാറുമ്പോൾ ഇതിനൊക്കെ തീർത്തൊന്ന് മാറിപ്പോവുക. പക്ഷെ നമ്മോട് കൂടെ വസിക്കുന്നവൻ, നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ്, നമ്മളോട് കൂടെ വസിക്കുന്നവൻ കരുണാസമ്പന്നനാണ്. ആ കരുണയെ അല്ലെങ്കിൽ മേഴ്സിയെ വ്യർത്ഥമാക്കാതെ, അത് കൃപ ലഭിച്ചത് വ്യർത്ഥമാക്കാതെ അത് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അവനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് പറയുന്നുള്ളൂ. ഏത് നിസാര കാര്യമായാലും അതിന് തക്കതായിട്ടുള്ള ആലോചന പറഞ്ഞെന്ന്, വിസ്ഡം തന്ന്, അതിനാവശ്യമായിട്ടുള്ള ശക്തി തന്ന് നമ്മളെ നടത്തുവാൻ, നമ്മോട് കൂടെ വസിക്കാമെന്ന് പറയുന്നത് ഒരു പ്രോമിസാണ്. സൗജന്യമായിട്ട് ഇതെല്ലാം ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്നും പ്രവർത്തിക്കുമെന്നില്ല. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ദുഷ്ടന്മാരെ കുറിച്ചല്ല, ദൈവസഭയെക്കുറിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് മാറിപ്പോകാത്ത ഈ വചനങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഇതങ്ങ് കയറി വല്ല ഫ്രീസറിലിരിക്കുന്ന ഫിഷും ചിക്കനെ പോലെ ഇരിക്കുക. അതവിടെ അങ്ങ് ഇരിക്കുക. എനിക്കറിയാം. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന സൺഡേ സ്കൂളിൽ പ്രിലിമിനറി ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ള വാക്യം തന്നെയാണ് എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4-7, 4, 5, 6, 7. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാക്ക് തെറ്റി 3, 4, 5 ആണെന്ന് പറഞ്ഞതിന് സംശയമുണ്ട്. അത് ഫുൾ സ്റ്റോപ്പ് കിട്ടില്ല അവിടെ വരുമ്പോൾ. 4, 5, 6, 7 പഠിച്ചാൽ മതി എഫേസ്യ ലേഖനം. സമയം കിട്ടുവാണെങ്കിൽ കൊളോസ്യ ലേഖനം ചാപ്റ്റർ 1 13 കൂടെ ചേർത്ത് പഠിച്ച് സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വന്നിരുന്നു, അതായത് സെക്കൻഡ് ചാപ്റ്റർ എഫേഷ്യൻസിന് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചുകൊണ്ട് അത് നമ്മൾ ഫസ്റ്റ് വേഴ്സ് തുടങ്ങി തന്നെ നമ്മൾ ചിന്തിച്ചു വന്നിരുന്നു. അത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മയും അവൻ ഉയർപ്പിച്ചു. അവയിൽ, അതായത് വീണ്ടിച്ചെണ്ണ പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൻ്റെ അധികാരം അനുസരിക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി. അപ്പോൾ ആകാശത്തിൽ അധികാരം എന്താണെന്ന് അല്പം ചിന്തിച്ചു. അനുസരിക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചിന്തിച്ചു. അതിൻ്റെ അധിപതിയെ നമ്മൾ ചിന്തിച്ചു, സൈത്താൻ. അവിടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. എല്ലാവരും ഭൂമിയിൽ മനുഷ്യരായിട്ട് വന്നതിൽ ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാവരും ജഡത്തിൻ്റെ ഡിസയേഴ്സ് കാറ്റർ ചെയ്യുക, നിവർത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വസിക്കുന്ന പാപത്തിൻ്റെ ഇച്ഛ കാറ്റർ ചെയ്യുക. അതിന് കാറ്റർ ചെയ്തുകൊണ്ടേയിരുന്നു.
ജഡത്തിലും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിനെന്ന് പറഞ്ഞ ദൈവ കോപമേ വസിക്കുന്നുള്ളൂ. അപ്പം ജഡത്തിൻ്റെയും മനോവികാരങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നവരുടെ മേൽ കൃപയല്ല വസിക്കുന്നത്, അവൻ്റെ ദീർഘക്ഷമയുണ്ട്. പക്ഷെ ക്രോധമാണ് വസിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ചിന്തകളിലോ ഞാൻ ജഡത്തിൻ്റെ അഭിലാഷമാണ്, ഞാൻ എൻ്റേതാണ് നിവർത്തിക്കുന്ന ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മേഴ്സി അല്ലാതെ ദീർഘക്ഷമയിൽ അവൻ സമയത്തിന് പുറകെ സമയം തരികയാണ്. റിപ്പൻറ്റ് ചെയ്ത് ആ ജഡത്തിൻ്റെ മുഖങ്ങൾ ത്യജിച്ച് കളഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം. അല്ലെങ്കിൽ ദൈവക്രോധമാണ് വസിക്കുന്നത്. രക്ഷയായിട്ട് പറഞ്ഞാലും സ്നാനപ്പെട്ടാലും അന്യഭാഷ പറഞ്ഞാലും ഒക്കെ സംഭവിക്കുന്ന ഇതാണ്. അത് ഓരോരുത്തർക്കും ഓരോ ഇൻസ്റ്റൻസിലും ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടമാണോ, അത് ഓരോരുത്തർക്കും മനസ്സിലാവും. ദൈവത്തിൻ്റെ ആത്മാവ് അത് ഗ്രഹിപ്പിച്ചും തരും. അവിടെയാണ് നമുക്ക് റിപ്പൻറ്റൻസിൻ്റെ ആവശ്യം. കുറേ സാൽമാരിക പാപങ്ങളും സാൽമകാരും നമ്മളൊക്കെ അതൊക്കെ വിട്ടുപോയി. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അവിടെ ചെറു കുറുക്കന്മാരുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം, അതിന് ട്വിസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് നടത്തിയെടുക്കണം, അതിന് പല ഡിഫറെൻറ്റ് വേയിൽ സംസാരിക്കുക. ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് കളയുക, തച്ചുടച്ച് കളയുക, കൂശിച്ചിട തന്നെ. അത് മരിക്കില്ല. പൊങ്ങി വരുമ്പോൾ ആണി മുറുകെ അടിക്കുക. സ്തോത്രം. നമ്മൾ ചിന്തിക്കാനുള്ളത് ഇങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ. എന്താ, ജഡമോഹങ്ങൾക്കും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നടന്ന് ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു. ഇവിടെയാണ് കരുണാസമ്പന്നനായ ദൈവമോ എന്ന് പറയുന്നത്. ഈ കരുണാസമ്പന്നനായ ദൈവം എങ്ങനെയാണ് തന്നെ കരുണ സിന്നേഴ്സ് ആയിരിക്കുന്ന നമുക്ക് വെളിപ്പെടുത്തുന്നത്? ഇതാണ് മനുഷ്യർക്കൊന്നും മനസ്സിലാകാത്തത്. ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടന്നു കിട്ടു, കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാര്യം കർത്താവ് ക്ഷമിക്കും, കർത്താവെ കൃപ വേണമെന്ന് പറഞ്ഞത് അത് കൃപ കിട്ടും. നോ, കരുണാസമ്പന്നനായ ദൈവത്തിന് ഡിവൈൻ ജസ്റ്റിസിനെ മാറ്റിവെച്ചിട്ട് കൃപ കാണിക്കാൻ സാധ്യമല്ല. കാണിച്ച പിന്നെ അവൻ ദൈവമല്ല. ഇത് മനസ്സിലാകാതെയാണ് ക്രിസ്ത്യൻഡത്തിൽ തന്നെ, പെന്തിക്കോസിൽ തന്നെ ബഹുഭൂരിപക്ഷവും പാസ്റ്റർമാർ പോലും പ്രസംഗിക്കുന്നത്. ഡിവൈൻ ലോ, ദൈവത്തിനൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ ദൈവവും ആ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് അല്പം പോലും അവൻ മാറുകയില്ല. മാറിയ പിന്നെ അവൻ ദൈവമല്ല. അപ്പൊ ആ കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം എന്താ ചെയ്യുന്നത്? അതിക്രമങ്ങളെ മരിച്ചവരെ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനെ കൂടാതെ ഒരു ജീവിപ്പിക്കലില്ല. അതെങ്ങനെയാ നടക്കുന്നേ? ഇതെല്ലാം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് ബോധം വരുത്തി അത് പിതാവിനെ ആകർഷിക്കപ്പെടണം. സകലത്തിലാക്കും സകലത്തിന് കാരണബോധൻ അവനാണ്. ഈസ് ദ ബിഗിനിങ്. അവൻ ആരംഭിച്ച് ആകർഷിച്ച് പരിശുദ്ധാത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്, എനിക്ക് ചിന്ത തരുന്നത്. ക്രിസ്തുവിനോട് അടുത്തുകൊള്ളുക. നീ പോകുന്ന വഴി മരണത്തിന്റെ വഴിയാണ്. നീ നിവർത്തിക്കുന്നത് ജഡമോഹമാണ്, മനോവികാരങ്ങളാണ്. അതുമേ ദൈവത്തിന്റെ ക്രോധമേ വസിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ക്രോധമേ വസിക്കുന്നത് അത് നിന്റെ സോളിന് മനസ്സിലാകത്തക്കവണ്ണം എന്താണ്? അന്യായവിധിയെ വെളിപ്പെടുത്തും. നിന്റെ സോളിൽ അത് വെളിപ്പെടുത്തും. മഹാഭയമുണ്ടാകും, അയ്യം വിളിക്കും. അത് ചെയ്യുന്ന സമയത്ത് എല്ലാ വാതിലുകളും അടയ്ക്കും. 66 സങ്കീർത്തനം 10 വാക്യത്തെ നമ്മൾ വായിച്ചൊന്ന് വായിക്കാം. അപ്പൊ അത് പഴയ നിയമമല്ലേ? നമുക്ക് എന്തിനാ കാര്യമുള്ളത്? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു പോകാം. നമുക്ക് ചിന്തിക്കാം. 66 സങ്കീർത്തനം ഞാൻ അടുത്ത ദിവസങ്ങൾ പറയുന്നതാണ് എൻ്റെ ഓർമ്മ. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഈ പാസ്റ്റർ ഈ വക കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളത്. നിങ്ങൾ ഞാനടക്കം കർത്താവിൻ്റെ കാഹളം ഇപ്പോൾ കേട്ടാൽ പിന്നെ നമുക്ക് എന്തോ ഉള്ളത്? പിന്നെന്തെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ കാഹളം കേൾക്കുന്ന മാത്രയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം, രൂപാന്തരം പ്രാപിച്ച് അവനോട് കൂടെ ആകത്തക്കവണ്ണം ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതോടുകൂടെ ഈ ചപ്പും ചവറുമായിരിക്കുന്ന ഈ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എന്തും ഫ്രീ ഗിഫ്റ്റാണ്. ചോദിക്കാതെ തന്നെ അവ തന്നുകൊണ്ടിരിക്കും. ആരോഗ്യം വേണോ, എന്തു വേണോ, അതവൻ തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എവിടെ അവൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറാതെ വണ്ണം കുരുക്കൾ കിടക്കുന്നുണ്ടോ അതങ്ങ് സ്വയമായിട്ട് അഴിക്കുക.
ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം, വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഇത് പുതിയ നിയമവിശ്വാസികളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാർ തന്നെ എടുക്കാം, എങ്ങനെയാ വലയിൽ അകപ്പെടുത്തിയെന്ന്. ഫസ്റ്റ് സെഞ്ചുറി അപ്പസ്തോലന്മാരെ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 11 പേരെയും അവിടെ മർക്കോസിന്റെ മാളിക മുറിയിൽ വന്ന് 120 പേരടക്കുന്നവരടക്കം 120 പേര് എങ്ങനെയാണ് വലയിൽ അകപ്പെടുത്തിയെന്ന് നോക്കാം. ഇവർക്ക് വലയിൽ അകപ്പെടുത്തേണ്ട ആവശ്യം ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? കർത്താവ് അവിടെ പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ നാവരുത്, നിങ്ങൾ വലിയവനാകാൻ ദാസനാകാൻ ശ്രമിക്കുക. തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. കർത്താവ് പറഞ്ഞ അവരോട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർത്തി. പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് കർത്താവ് നല്ലവണ്ണം അറിയാം. പക്ഷെ അവന്റെ ലക്ഷ്യം, പരമപ്രധാന ലക്ഷ്യം അറ്റോൺമെന്റ് നടത്തി കിട്ടണം. സ്ത്രീയുടെ സന്തതിയെ വന്നവൻ സേറ്റാന്റെ തലയെ തകർക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങൾ നടക്കുമ്പോഴും അവൻ നോക്കുന്നത്, സാത്താൻ നിന്റെ തലയെ ഞാൻ വെട്ടും. മഹാപുരോഹിതൻ ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ അല്ലെങ്കിൽ അത്യുന്നതിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണെന്ന് പറയുമ്പോൾ മോശയോട് പറഞ്ഞ അതേ വാക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിലൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. യാഹ്വേ ഐ ആം. മഹാപുരോഹിതൻ, നിന്നോടല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്, ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് നിന്നോടാണ് സംസാരിക്കുന്നത്. എന്റെ പുറകിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്നതാണ്, അവന്റെ തലയെ തകർക്കും എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. രോമം പറിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുക. മുതുക് ഉഴവ് ചാലുകളെ പോലെ അടിച്ച് കീറുമ്പോൾ സ്തോത്രം, മിണ്ടാതിരിക്കുക. കണ്ണ് കെട്ടി അടിച്ചിട്ട് പ്രവചിക്കാതെ വരുമ്പോ ഹോ, അപ്പോഴൊക്കെ എന്തറിയാമോ, ഈ ശബ്ദം കേൾക്കുന്ന എന്നെ നിന്നെ രക്ഷിക്കാമെന്നുള്ള സന്തോഷ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുക. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം വരുന്നത്. അപ്പൊ അറ്റോൺമെന്റ് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെ ചെയ്യണം, ഇവരെങ്ങനെ ഒരുക്കിയെടുക്കണം നല്ലവണ്ണം അറിയാം. അപ്പൊ പറഞ്ഞെന്തോ അറിയാമോ, നേരത്തെ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉയർത്തെഴുന്നേറ്റ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, ക്രൂശിക്കും, മരിക്കും, 3-ാം നാൾ ഉയർക്കും, ഗലീലിൽ വെച്ച് കാണാമെന്ന് അങ്ങനെ പറഞ്ഞു. അന്ന് ക്രൂശീകരണം കഴിഞ്ഞ് ഉടനെ പോകാനാണോ? ഇല്ല, താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വ്യക്തമാകത്തക്കവണ്ണം പലയിടങ്ങളിലായിട്ട് വെളിപ്പെട്ടു. എല്ലാവരുടെ സംശയങ്ങളും മാറ്റിക്കൊടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം നടക്കുന്ന സമയത്ത് ഒരു വലയിൽ അകപ്പെടുത്തി. എന്താ? ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിൽ നിന്ന് തന്നെ തുടങ്ങണം. എവിടെയാ യെരുശലേം? എന്താ ഉള്ളത്? യജമാനനെ മഷിയായി പിടിച്ച് ക്രൂശിച്ച കുലപാതകന്മാരെ ചുറ്റും നിൽക്കുന്നത്, മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും സിമ്പതി മേടിച്ചുകൊണ്ട് വാഴുന്ന റോമൻ ഗവർണർ പീലാത്തോസ് ഉള്ള സ്ഥലം. മഹാപുരോഹിതന്റെ നല്ല കൊട്ടേഷൻ കിട്ടുന്നതാണ്. സ്തോത്രം. നല്ല വരുമാനമുള്ള കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് മഹാപുരോഹിതന്മാർക്കും ടീമുകൾക്കും സൻകേന്ദ്രീയ സഭയ്ക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യെരുശലേമിൽ നിങ്ങൾ പോകരുത്. എന്നിട്ട് എന്ത് വേണം? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിൽ തന്നെ തുടങ്ങണം. യഹൂദിൽ തന്നെ തുടങ്ങിയിട്ട് ശമരിയിലും, അതായത് ഇതുവരെ കടക്കാത്ത സ്ഥലമാണ് ശമരിയിലും, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. എന്തെന്നാ? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അവന്റെ സാക്ഷി. കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. ഇങ്ങനെ എന്ത് വേണം? ഉയരത്തിലുള്ള ശക്തി വേണം. ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞു. 50-ാം നാളിലാണ്, അതായത് വാരോത്സവ പെരുന്നാൾ നടക്കുന്ന ദ ഫെസ്റ്റിവൽ ഓഫ് വീക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ പാസോവർ കഴിഞ്ഞു, ആദ്യഫല പെരുന്നാളാണ് ഉയർത്തെഴുന്നേൽപ്പ്. ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. ഇനി ഒരു 7 ആഴ്ച കഴിക്കണം വാരഫലം നടക്കാനായിട്ട്. 49 ദിവസം. പിറ്റേ ദിവസം 50-ാമത്തെ ദിവസമാണ്, അതാണ് പെന്റക്കോസ്റ്റ് എന്ന നാൾ പറയുന്നത്. ഇതിനിടയ്ക്ക് പുറത്താരാണുള്ളത്? കണ്ടാൽ
കൊന്നു കളയാൻ പറ്റിയ ആൾക്കാരാണ് പുറത്തുള്ളത്. അകത്തോ ഭയം. ഉമ്മമാരുടെ കയ്യിൽ പിടികിട്ടിയാൽ പോക്ക. ഇവിടെ എല്ലാവരുടെ ഞാൻ വെറുതെ ഇടതിരിക്കണം വലതിരിക്കണം എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും തന്നിപ്പോയി. എല്ലാം കെട്ടടങ്ങി. എല്ലാ മലയും കുന്നും താഴേക്ക് വന്നു, ഫ്ലാറ്റായി. എവിടെ? യെശയ്യാപ്രവചനം 40:3 പറഞ്ഞതുപോലെ യോഹന്നാന്റെ ശുശ്രൂഷ, എല്ലാ താഴ്വരയും നികന്നു വരണം, എല്ലാ മലയും കുന്നും താഴണം, വക്രമായതൊക്കെ നേരെയാവണം. ആർക്കും ഇപ്പോൾ ഒന്നാമനാവാനുള്ള താല്പര്യമില്ല, ആർക്കും ഇടത്ത് വലീകരിക്കാൻ ആഗ്രഹമില്ല. ഇതെപ്പോഴാ മനസ്സിലായേ? ഉയരത്തിൽ നിന്ന് ശക്തി വന്നപ്പോൾ പത്രോസിനോട് കൂടെ 11 പേര് കൂടെ നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. മുടന്തിനെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് എന്നെ നോക്കുന്നത് പറഞ്ഞില്ല, പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കുവിൻ. അവിടെ സെൽഫ് ഇല്ല. അപ്പൊ ഇതേ കാര്യം തന്നെ ഈ വലയിൽ അകപ്പെടുത്തുന്ന കാര്യം ഇന്നും നടക്കും. നമ്മളിലുള്ള സെൽഫ് നമുക്ക് റിവീലായി കിട്ടി, അത് നമ്മൾ റിനൗൺസ് ചെയ്യാത്തോടത്തോളം ഈ വല മാറില്ല. പല പ്രശ്നങ്ങൾ ശ്രമിച്ചു നോക്കും. 50 ദിവസമാണ് യേശു ക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം ശുശ്രൂഷയിൽ പങ്കെടുത്ത നേരിട്ട് കണ്ടവരായ അപ്പോസ്തലന്മാരും അകത്ത വിഷയം മാറാൻ. സ്തോത്രം. അതിനിടയ്ക്ക് 40 നാളോളം ഉയർത്തെഴുന്നേറ്റവും കൂടെ നടന്ന് അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു, അവർക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുത്തു, കോൺഫിഡൻസ് ആയി. ഇതേപോലെ നമ്മൾ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയെല്ലാം നമുക്ക് നമ്മുടെ സെൽഫ് ഞാൻ എൻ്റേതെന്ന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ, ഞാനടക്കം പറയുന്നത് കേട്ടോ, അതിനങ്ങ് ക്രൂശിക്കാം. ഞാൻ ദിനം പ്രതി ശ്രമിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനങ്ങ് ക്രൂശിക്കുക. And you become a servant to others. അപ്പോൾ നിനക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ഉയർത്തുന്ന ശക്തി നിന്നെ വ്യാപരിക്കും. സ്റ്റിൽ ഓപ്പറേഷൻസ് കടന്നു വരാം. അവിടേക്ക് നിനക്ക് വേണ്ടെന്നറിയാമോ? ഉയർത്തുന്നുള്ള ശക്തി. നമ്മൾ പാടിയ പാട്ടെന്താ? യേശു ആരിലും വലിയവനാ. യെസ്, എല്ലാം മുഴങ്കാലും മടങ്ങുന്ന നാമം. നമ്മൾ എഫേസ്യ ലേഖനം 1:19-23 വരെ നമ്മൾ പഠിച്ചതാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും കർത്തൃത്വത്തിലും എല്ലാത്തിൻ്റെ മീതെയാണ്. അത് നമ്മളൊന്ന് പാടിയത്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം പാടും നാമം. ഇത് നമുക്ക് എങ്ങനെ അനുഭവിക്കുന്നത്? എങ്ങനെ അനുഭവിക്കണേ? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും കർത്തൃത്വത്തിലും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമേത ഉയർത്തപ്പെട്ട് സർവത്തെ അവന്റെ കാൽക്കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയായിരിക്കുന്നവനോട് കൂടെ ഒന്നാണെങ്കിൽ ഇതെല്ലാം അവന് കീഴ്പ്പെടുന്നത് പോലെ നമുക്ക് കീഴ്പ്പെടണം. ഇതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്താ? ദൈവസഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞു? അവർ നടന്നതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് കരുണാസമ്പന്നനായ ദൈവമോ, ഞാനിവിടെ മലയാളത്തിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരാൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. എങ്ങനെ? വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെയാ? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി, അതിൻ്റെ ശിക്ഷ എന്താണെന്ന് ബോധം വരുത്തി, കോൺസിക്വൻസസ് എന്താണെന്ന് വരുത്തി, ഹൃദയപൂർവ്വം അൾട്ടിമേറ്റ് ഇന്റൻഷനെ ചേഞ്ച് ചെയ്തു. ടെമ്പററി റിലീഫിനല്ല, കാര്യസാധ്യത്തിന് വേണ്ടി മാനസാന്തരം ഒന്നും ദൈവം കണക്കിടുന്നില്ല. ബുദ്ധിപരമായ മാനസാന്തരം കണക്കിടുന്നില്ല. അതാണ് പറഞ്ഞത്. അതിനെങ്ങനെ പറയുന്നു? അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടു. അതിന്റെ ബുദ്ധിയിൽ നടക്കുന്ന മാനസാന്തരമാണ്. പെട്ടെന്നൊരു പ്രസംഗം കേട്ടപ്പോൾ ഒരു ഇമോഷൻ, ഇത് നടക്കില്ല. അൾട്ടിമേറ്റ് ഇന്റൻഷൻ നടക്കുന്നത് നിന്റെ വില്ലാണ്. ഏതൻ തോട്ടത്തിൽ വെച്ച് പാപത്തിന് ആ ദുഷ്ടതയ്ക്ക് വേണ്ടി വിറ്റ് കളഞ്ഞ് ആരെ വിറ്റത്? ഒരു നുണയ്ക്ക് വേണ്ടി അത്യുന്നതനായ ദൈവത്തെ വിറ്റുകളഞ്ഞ് മാറ്റിക്കളഞ്ഞത്. ഡിസിഷൻ എടുത്ത എവിടെയാ? നമ്മുടെ ഫ്രീ വില്ലില്. നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും അങ്ങനെ തന്നെയാണ്. ആ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവഹിതപ്രകാരം, ദൈവരാജ്യത്തിന്റെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കണം. എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, അതിനെനിക്ക് ക്രിസ്തുവിന് വേണം.
ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് സാധ്യമല്ല. ലോർഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇത് ഒരു ഇൻസ്റ്റൻസ് നടക്കുന്നതല്ല. നമ്മൾ ഈ ഹൈഡായിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ഇതൊന്നൊന്നായിട്ട് ഹോളി സ്പിരിറ്റ് നമുക്ക് താകാവുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മളിത് മനസ്സിലാക്കുക. അതിനൊരു ഇൻസ്റ്റൻസ് ഉണ്ടാവും, ഇതിന് കാര്യങ്ങളുണ്ടാവും. അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും ഞാൻ സംസാരിച്ചത് എന്താ, ഞാൻ പ്രവർത്തിക്കുന്നത് എന്താ. അത് മനസ്സിലായാൽ ജസ്റ്റ് അക്നോളജ് ഇറ്റ് ലോർഡ്. ഞാൻ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എൻ്റെ ചിന്ത എനിക്ക് മനസ്സിലായി, എൻ്റെ സെൽഫിനെ എനിക്ക് മനസ്സിലായി, എൻ്റെ സെൽഫ് ഡിസൈർ, അതായത് ജഡമോഹവും മനോവികാരം മനസ്സിലായി. ലോർഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്, എനിക്കിത് വേണ്ട, റിനൗൺസ് ഇറ്റ് എന്ന് നീക്കുമായിട്ട് തെറ്റിച്ച് കളയുക. ലോർഡ് നിന്റെ ഇഷ്ടം എൻ്റെ നിറവേറട്ടെ. കൊല്ലുവാനല്ല, സ്തോത്രം, നമ്മെ അവനെ പോലെ ആക്കിയെടുക്കാനാ. എന്നിട്ട് പറയാണ്, കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നല്ല, കൃപയാൽ. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ഇപ്പോൾ അഡ്വാൻസ് കിട്ടിയിട്ടുള്ളൂ. എന്താ? നിത്യമായ മരണത്തിൽ നിന്നുള്ള രക്ഷ. എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മരണം വാണിരുന്ന നമ്മുടെ സോളിലേക്ക്, മരണം വാണിരുന്ന സോളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കണം. അവൻ കല്ലറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ ചരിത്ര സംഭവം. എന്നിൽ വാഴുന്ന മരണത്തെ ജയിച്ച് എന്നിൽ ഉയർത്തെഴുന്നേൽക്കണം. അത് എന്നെ കൂടാതെ സാധ്യമല്ല. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ കാര്യങ്ങൾ. എന്നിൽ വാഴുന്ന മരണത്തെ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ്. നിന്റെ പാപത്തിന്റെ ശമ്പളമാണ് മരണം. അതാണ് നിന്റെ സ്വസ്ഥത കെടുന്നത്, നിന്റെ പീസ് നഷ്ടപ്പെടുന്നത് അവിടെയാണ്. നിനക്ക് ദൈവത്തോട് റീകൺസിലേഷൻ നടന്നിട്ടില്ല. ദൈവമായിട്ടുള്ള ക്രോധമാണ് വസിക്കുന്നത്. നീ ജഡമോഹത്തിന് മനോവികാരങ്ങൾക്ക് നടക്കുമ്പോൾ ദൈവ ക്രോധമാണ് നിന്റെ മേൽ വസിക്കുന്നത്. അത് നീ കണ്ടിന്യൂ ചെയ്ത് പോയ നിത്യമായിട്ട് കണ്ടംനേഷനിലേക്ക് പോകും. അതുകൊണ്ട് സോളിൽ ഇത് വെളിപ്പെടുത്തി തരുവാണ്. നിന്നെ നശിപ്പിക്കുവാനല്ല, തള്ളിക്കളയുവാനല്ല, ഉപേക്ഷിച്ച് കളയുവാനല്ല. നിന്നിലുള്ളതായിട്ടുള്ള സെൽഫ് ഡിസൈർ തള്ളിക്കളയുക. ലോർഡ് നീ എന്നിൽ വാഴണം. അപ്പോൾ നടക്കുന്നതാണ് മരണം മാറി ജീവൻ വരുന്നത്. എന്നിൽ വാഴുന്ന മരണത്തെ, അല്ലെങ്കിൽ വാണിയുന്ന മരണത്തെ നീക്കി ജയിച്ച്, മരണത്തെ ജയിച്ചവനെ എന്നിൽ വസിക്കണം. പിന്നെ മരണം നിന്നെ തൊടില്ല. മരണം കണ്ടാൽ വിറയ്ക്കും. മരണം നിന്നെ കണ്ടാൽ വിറയ്ക്കും. അല്ലാത്ത ജാതികളോ മരണം വരുമ്പോൾ വിറയ്ക്കും, അല്ലേ? ഈ സംഭവം നടക്കാത്തവരെന്താണ്? മരണം അടുത്ത് വരുമ്പോ അയ്യോ 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 അയ്യോ. അപ്പൊ അടുത്ത വാദ്യാരെ നോക്കാൻ പോവും. നിന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി നിന്നിൽ ക്രിസ്തുവേശു ഉയർത്തെഴുന്നേറ്റാൽ മരണം നിന്നെ കണ്ടു പേടിക്കും. ഇത് സംഭവിക്കാത്തവരാണ് മരണം വരുമ്പോൾ, അതിൻ്റെതായ അനുഭവങ്ങൾ വെളിപ്പെടുമ്പോൾ, ചിലപ്പോൾ രോഗത്തിൽ കൂടി ആയിരിക്കാം, ചിലപ്പോൾ നിരാശയിൽ കൂടി ആയിരിക്കാം വിറയ്ക്കുന്നത്. പിന്നെ വേറെ മാർഗം നോക്കണ്ട. കർത്താവേ എനിക്കിത് മനസ്സിലായി ഉയർത്തെഴുന്നേറ്റ് നീ എന്നിൽ ഇപ്പോൾ ഇല്ല. ചിലപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, 2 ദിവസം മുമ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോൾ ഇല്ല. കാരണം എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ മരണത്തെ ഭയക്കുന്നു. മരണത്തെ ജയിച്ചവൻ നീ എന്നിൽപ്പില്ല. ലോർഡ് പ്ലീസ്. അതിന് കാരണം എൻ്റെ പാപം തന്നെയാണ്, എൻ്റെ സെൽഫ് ഡിസയേഴ്സ് ആണ്. ലോർഡ് വാഷ് മീ ബൈ യുവർ ബ്ലഡ്. നിന്റെ രക്തത്താൽ എന്നെ കഴുകുക. ഈ ഓപ്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ട്. അവർ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവരോട് നിരപ്പ് പ്രാപിക്കാനുള്ള ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ സംസാരിക്കുന്നത്. ഇതേ കാര്യം തന്നെ കൊളോസ്യൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു ലാംഗ്വേജിലാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച്, എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞു, മുമ്പേ നിങ്ങൾ മനോവികാരങ്ങൾക്കും ജഡമോഹങ്ങൾക്കും ഇഷ്ടമായതിനനുസരിച്ച് അനുസരിക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനും ആകാശത്തിന്റെ അധികാരത്തിനും കീഴ്പ്പെട്ടിരിക്കുകയായിരുന്നു. ഇവിടെ പറയുന്നത് ഒറ്റ വാക്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അതൊക്കെ എന്ത് പെട്ടു? ആകാശരാജ്യം പെട്ടു. അതാണ് ആകാശത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവ്, അതിന് അധിപതി. ഇതിനൊറ്റ വേടിൽ അങ്ങ് ഒതുക്കി, ഇരുട്ടിന്റെ അധികാരം. അതിൽ നിന്ന് വിടിവിക്കപ്പെടുന്ന എങ്ങനെ വേണം? ഉയർത്തെഴുന്നേറ്റം നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം.
അവൻ കളർ ഭേദിച്ച് ഉയർത്തെന്നിട്ട് മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് എവിടെയാണ് വിടിപ്പിച്ച് തന്റെ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത, വെക്കും എന്ന് ഫ്യൂച്ചർ ടെൻസിലല്ല, ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. രണ്ടും പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ഭൂതകാലം എന്ന് പറയും. നടന്നു കഴിഞ്ഞു. ഈ ഒരു അനുഭവം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഞാനിപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോട് കൂടിയാണോ? എങ്ങനെ മനസ്സിലാകുന്നത്? നമ്മൾ വേറെ ആളോട് കൂടെ വസിക്കുന്ന എങ്ങനെയാ മനസ്സിലാകുന്നത്? ആളുമായിട്ട് സമ്പർക്കം നടക്കും, അല്ലേ? ആളുമായിട്ട് സംഭാഷണം നടക്കും. ഒന്നിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ വിഘടിക്കും. ഇത്രയേ ഉള്ളൂ. ഉയർത്തെഴുന്നേറ്റ് അവർ ക്രിസ്തുവിനോട് കൂടെയാണോ? അവൻ നമ്മളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവൻ സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, നിത്യനാണ്, എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനാണെങ്കിൽ ഞാൻ എന്ത് ചിന്തിക്കാനാണ്? കർത്താവേ, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങളും നിന്റെ വഴികളും എൻ്റെ വിചാരത്തിലുള്ള വഴികൾ ഉയർന്നിരിക്കുന്നു. ഐ ജസ്റ്റ് സബ്മിറ്റ് മൈസെൽഫ് ലോർഡ്. വെറും പൊട്ടനെ പോലെ അങ്ങ് പറയാം. ഉളവാകട്ടെ എന്ന് അരുളിച്ചു ചെയ്തപ്പോൾ ഈ ദൃശ്യമായതൊക്കെ ഉളവാക്കിയവന്, അതിമഹത്വമായി നമ്മെ സൃഷ്ടിച്ചവന്, ഒരു സിംഗിൾ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് മനുഷ്യരൂപം തന്നെ ഉണ്ടായതാ. എത്ര ജ്ഞാനത്തോടെയാണ് നമ്മെ മെനഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ബൈഹാർട്ടാണ്. പക്ഷെ ജീവിതത്തിലേക്ക്, അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് എന്നിൽ വാഴ്ന്ന മരണത്തെ നീക്കി ലോർഡ് എന്നിൽ ഉയർത്തി നിൽക്കണം. നീ എന്നെ സ്ഥിരമായിട്ട് വസിക്കണം. ഈ ദുഷ്ടലോകത്ത് നിന്നെ കൂടാതെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ സാധ്യമല്ല. ഒരു സെക്കൻഡ് പോലും. ദൈവവചനങ്ങളെ നമ്മൾ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഞങ്ങളെ വാണിരുന്ന മരണത്തെ ജയിച്ച് ഞങ്ങളിൽ ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള വാഴുന്ന നിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു കർത്താവേ. ഈ ഒരു അനുഭവം, ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നവർക്കും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവർക്കും ഉളവാകുവത്തക്കവണ്ണം ഒരു പ്രവൃത്തി ചെയ്ത് കൊടുക്കുക കർത്താവേ. നിന്റെ പ്രോമിസാണല്ലോ അത്. ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന അവിടെ സെൽഫുകളെ വെളിപ്പെടുത്തുമ്പോൾ അതിനെ കർത്താവ് എന്നേക്ക് ഉപേക്ഷിക്കത്തക്കവണ്ണം നിന്റെ കരം ബലപ്പെട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കരുണാസമ്പന്ന തന്നെ കർത്താവ്. നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയാട്ടെ. ഇസ്രായേലിന്റെ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.